ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശിനെ ദേവയാനി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ നയനയെ മാറ്റി കിടത്തണമെന്ന്. പിന്നെ നീ എന്തിനാ അവളെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയത്? അമ്മേ, അത് പിന്നെ ഞാനല്ല വിളിച്ചത്. എനിക്ക് ശ്വാസം മുട്ട് വരുമല്ലോ അമ്മേ, ഇപ്പം തണുപ്പായില്ലേ, അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയാ നയനയോട് ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞത്. ദേ, അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. എന്തിനാ അമ്മേ? നിന്നോട് കൊടുക്കാനല്ലേ പറഞ്ഞത്. അത് കേട്ടതും ആദർശ് ശരി അമ്മേ, കൊടുക്കാം. നയനെ എന്നും പറഞ്ഞുകൊണ്ട് നയനയുടെ കയ്യിലേക്ക് ആദർശ് ഫോൺ കൊടുക്കുക. ഹലോ അമ്മേ. എടി, നീ എന്ത് ഭാവിച്ചാ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൻ മലയ്ക്ക് പോയിട്ട് വരുന്നവരെ അവൻ്റെ അടുത്തേക്ക് പോലും പോരുതെന്ന്. പിന്നെ നീ ഇപ്പം എന്തിനാ അവൻ്റെ മുറിയിലേക്ക് പോയത്? വേണമെന്ന് വെച്ചാൽ ഒന്നല്ലമ്മേ, തണുപ്പായതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയാണ് പറഞ്ഞത് ഇവിടെ വന്ന് കിടക്കണമെന്ന്, ആദർശേട്ടനെ ഒറ്റയ്ക്ക് ആക്കരുതെന്ന്. അവനെ ഒന്നും സംഭവിക്കില്ല, അയ്യപ്പസ്വാമി അവൻ്റെ കൂടെയുണ്ട്. നീയെ എത്രയും പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളണം. അല്ലെങ്കിൽ തന്നെ ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്താ വീട്ടിലുള്ള പലർക്കും പലതും വരുന്നത്. ഇപ്പം തന്നെ ഞാൻ അനുഭവിക്കുന്ന വേദന നീയൊക്കെ ചെയ്ത പാവവാടി. അത് കേട്ടതും നയന, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് പോ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനെ ഭീഷണിപ്പെടുത്തുക. ഈ സമയം ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ നയന, ഞാൻ പോകുക ആദർശേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. ആദർശേട്ടനല്ലായിരുന്നു നിർബന്ധം. ഇപ്പോൾ കണ്ടോ അമ്മയ്ക്ക് ദേഷ്യം കയറി. സാരമില്ല, എന്ത് ചെയ്യാനാ, അമ്മയുടെ സ്വഭാവം അറിയാലോ. പക്ഷെ ഇത് ആരായിരിക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുക? അബിയായിരിക്കും. ആരെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കാണാതെ ആരെയും കുറ്റപ്പെടുത്തണ്ട. എന്തായാലും ഞാൻ അപ്പുറത്തെ മുറി പോയി കിടന്നോളാം. വെറുതെ ഈ സമയത്ത് അമ്മയുടെ പ്രഷർ കൂട്ടുന്നത് ശരിയല്ല ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നയന പായൊക്കെ മടക്കി വെച്ചിട്ട് പോവാ. എന്നാലും നയന നീ ഇവിടെ വേണം. അത് കേട്ടതും സാരില്ല, ആദർശേട്ടൻ്റെ മനസ്സിൽ ഞാനുണ്ടല്ലോ, എൻ്റെ മനസ്സിൽ ആദർശേട്ടനും ഉണ്ട്, അപ്പം പിന്നെ അത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഈ സമയം നമ്മുടെ ആദർശനാകെ സങ്കടമായി. അപ്പോൾ നയന മുറിയിൽ അപ്പുറത്തെ മുറിയിൽ പോയി കട്ടിലെ കയറി കിടക്കുക. എന്നിട്ട് നയന ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഈശ്വര, എന്നാലും അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ എന്നെ ഇങ്ങനെ വെറുക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന സങ്കടപ്പെട്ട് കിടക്കുകയാണ്. ഈ സമയം നേരെ ഏതാണ്ട് ഒരുപാട് രാത്രിയായി. നയനയൊന്നും ഉറങ്ങിയിട്ടില്ല, ഒപ്പം ആദർശം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ആദർശ് പ്രാർത്ഥിക്കുക, ഈശ്വര അയ്യപ്പസ്വാമി, ഞാൻ ഈ മാല ഇട്ടത് എൻ്റെ മുത്തശ്ശൻ്റെ അസുഖം മാറാനും എൻ്റെ അമ്മയുടെ ആരോഗ്യം തിരിച്ചു കിട്ടാനൊക്കെ കൂടിയാണ്. പിന്നെ മാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്. എന്നാലും അമ്മയുടെ അസുഖം മാറ്റി തരണേ അയ്യപ്പ. പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ ഒരു കാര്യവും കൂടെ അയ്യപ്പസ്വാമിയോട് ചോദിക്കുക. എൻ്റെ ഭാര്യയെ എൻ്റെ അമ്മ മനസ്സിലാക്കി അവളെ സ്നേഹിക്കുന്നൊരു ദിവസം വരണേ അയ്യപ്പസ്വാമി. എത്രയും പെട്ടെന്ന് തന്നെ 41 ദിവസം നോൻപ് കഴിഞ്ഞ് മല ചവിട്ടി തിരിച്ചെത്തുമ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സ് മാറി എൻ്റെ അമ്മ നല്ല സ്വഭാവമുള്ള മരുമകളെ സ്നേഹിക്കുന്ന ഒരമ്മായിയമ്മയായി മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആദർശം കിടക്കുക. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് വല്ലാത്ത വേദന സഹിക്കാൻ പറ്റുന്നില്ല. വയറ്റത്ത് നന്നായിട്ട് അമർത്തി ദേവയാനി ഒച്ചത്തിൽ നിലവിളിച്ചു. ദേവയാനിയുടെ കരച്ചിൽ കേട്ട് ജാനകിയും ജലജയും ചാടി എഴുന്നേറ്റു. ജാനകി, ദേ എന്തോ പറ്റിയിട്ടുണ്ട്, വാ ചോദിക്കാം. എന്താ ഏട്ടത്തി, എന്തു പറ്റി? എനിക്ക് തീരെ വയ്യ ജാനകി, തീരെ വയ്യ, വയറ് ഭയങ്കര വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരയുക. ജലജെ, നീ ചെന്ന് നേഴ്സിനെ വിളിച്ച് സിസ്റ്ററെ വിളിച്ചിട്ട് വാ. ശരി ജാനകി എന്നും പറഞ്ഞുകൊണ്ട് ജലജ സിസ്റ്ററെ വിളിക്കാനായിട്ട് പോയി. ഈ സമയം നമ്മുടെ സിസ്റ്റർമാരൊക്കെ വരും. അപ്പോൾ ഡോക്ടറും വരികയാണ്. ഡോക്ടർ എന്തായി അറിയില്ല ഡോക്ടറെ, വേദന കൊണ്ട് പൊളയുമായിരുന്നു, വല്ലാത്ത വേദനയായിരുന്നു ഏട്ടത്തിക്ക്, എന്താ സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അകത്തേന്നു ദേവയാനിയെ പരിശോധിച്ചു. ബ്ലഡ് എടുത്തില്ലായിരുന്നോ? എടുത്തായിരുന്നു മാഡം, അത് ലാബിൽ കൊടുത്തിരിക്കുക ടെസ്റ്റിന് വേണ്ടി. എന്തായാലും നോക്കാം. നല്ല വേദന കൊണ്ട് പൊളയുമായിരുന്നു മാഡം പേഷ്യൻ്റ്. മയക്ക ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കി കിടത്തിയതാ, അതുകൊണ്ടാണ് വേദന അറിയാതെ ഉറങ്ങുന്നത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടത് ഭയങ്കര ഇതോടുകൂടി ടെൻഷനോടുകൂടി ഡോക്ടർ ഇങ്ങനെ ദേവയാനിയുടെ കണ്ണൊക്കെ പരിശോധിക്കുക. അപ്പോൾ ഡോക്ടറിന് എന്തോ ഒരു പന്തികേട് തോന്നി. ഈ സമയം നമ്മുടെ ജലജ എന്താ ചെയ്തതെന്നറിയാമോ? പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. എന്നിട്ട് അബിയെ വിളിക്കുക. അപ്പോഴേക്കും അബി കാണുന്നു. ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് ആരാടാ എന്നും ചോദിക്കുകയാണ് നബിയ. അമ്മയാ. അവർക്ക് ഈ രാത്രി ഉറക്കമൊന്നുമില്ലേ? എൻ്റെ ചെവി കടിക്കാനായിട്ട് വിളിക്കുമായിരിക്കും. നീ മിണ്ടാതെ അവിടെ കിടന്ന് ഉറങ്ങ. അമ്മ എന്തിനാ വിളിക്കുന്നതെന്നറിയില്ല, ഞാനൊന്ന് എന്താണെന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അബി ഫോണും എടുത്ത് പുറത്തേക്ക് പോവുക.
ഹലോ അമ്മേ. എടാ ഒരു സന്തോഷ വാർത്തയുണ്ടടാ. എന്താമ്മേ, അമ്മായി ചത്തോ? അത് കേട്ടതും അതാണെങ്കിൽ ഇത്രയും സന്തോഷമല്ലല്ലോ, ഇതിനേക്കാളും ഡബിൾ മടങ്ങ് സന്തോഷമല്ലേ. എടാ, അവർക്ക് വീണ്ടും സീരിയസ് ആയി. അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ICUലേക്ക് കിടത്തിയിട്ടുണ്ട്. അത് കേട്ടതും ICUലേക്ക് കയറ്റിയോ? അതേ മോനെ, അവളെ വീണ്ടും ICUലേക്ക് കയറ്റിയിട്ടുണ്ട്. എന്തായാലും നീ ഒരു കാര്യം ചെയ്, ഈ കാര്യം അറിഞ്ഞ് അവിടെയുള്ളവരുടെയൊക്കെ ഉറക്കം പോണം. ഇത്രയും വലിയ കാര്യം ഇവിടെ ഉള്ളവർ മൂടി വയ്ക്കണമല്ലോ, നമുക്ക് മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നീ ചെന്ന് എല്ലാവരോടും കാര്യം പറ, എല്ലാവരുടെ ഉറക്കം അങ്ങ് പോട്ടടാ. അത് കേട്ടത് അഭി ശരിയമ്മേ, എന്നാൽ പിന്നെ ഞാനത് ഇപ്പം തന്നെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അഭി ചെന്നത് ജയൻ്റെ മുറിയിലേക്കാണ്. അപ്പോൾ കഥയിൽ തട്ടിയതും നമ്മുടെ ജയൻ തോന്നുന്നു. എന്താ അഭി? അത് പിന്നെ അമ്മാവ എന്താടാ, എന്താ പറ്റിയേ? അത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു. എന്തിനാ വിളിച്ചേ? അത് പിന്നെ അമ്മായിക്ക് അസുഖം കൂടിയെന്ന്, ICUലാണെന്നും പറഞ്ഞു. അത് കേട്ടതും എന്ത് അസുഖം കൂടിയെന്നോ? ICUലാണെന്നോ? വരുന്നത് വരെ അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അയാളെ വാർഡിലേക്ക് മാറ്റിയിട്ടാണല്ലോ ഞങ്ങളിങ്ങ് പോകുന്നത്. ഇപ്പം രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് വേദന കൂടിയെന്ന അമ്മ പറഞ്ഞത്. ഡോക്ടർ വന്ന് വീണ്ടും ICUലേക്ക് മാറ്റിയെന്നും കേട്ടു. അത് കേട്ടതും ഈശ്വര, എന്താ സംഭവിച്ചെന്നാവോ എന്നൊക്കെ പറയണ. ആദർശേട്ടനെ വിവരം അറിയിക്കണ്ട അമ്മാവ. വേണ്ട, ഈ പാതിരാത്രി ആരെയും വിവരം അറിയിക്കണ്ട. അവരൊന്നും അറിയാതിരിക്കുന്നത് നല്ലത്. എന്തായാലും അയാളെ വാർഡിലേക്ക് മാറ്റിയ സന്തോഷത്തിലായിരുന്നു ആദർശമോൻ. ഇതിപ്പോൾ വല്ലാത്തൊരു സങ്കടമായിപ്പോയല്ലോ. അഭി, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ട് വിഷമിച്ചിരുന്ന എൻ്റെ സ്വഭാവം മാറും. അച്ഛനോ അമ്മയോ ആദർശോ നയനയോ ഒന്നും ഇതറിയണ്ട. ഞാൻ പോയി നോക്കിയിട്ട് വരാം. കാര്യം ഇത്തിരി കുറച്ച് സീരിയസ് ആണെങ്കിൽ ഞാൻ എന്തായാലും അവരെ വിളിച്ച് പറഞ്ഞോളാം. ശരി അമ്മാവ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുക. ഈ സമയം ജലജയോട് ജാനകി, നീ എന്തിനാ ജലജയെ വീട്ടിലേക്ക് വിളിച്ച് വെറുതെ പറയാൻ പോയത്? പിന്നെ ഇതൊക്കെ മൂടി വെക്കേണ്ട കാര്യമാണോ ജാനകി? നീ എന്താ ഈ പറയുന്നേ? ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യവും വിളിച്ചു പറഞ്ഞത്. എന്തായാലും ഏട്ടത്തിക്ക് ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല. എൻ്റെ ഈശ്വര, ഈ കുടുംബത്തിൻ്റെ നെടുന്തൂണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി കരയുക. ഈ സമയം ഏത് നെടുന്തൂണും ഒരു ദിവസം സിമൻ്റ് ഇളകി വീണല്ലേ പറ്റൂ. എടി ഏട്ടത്തി, നിന്റെ അഹങ്കാരങ്ങളൊക്കെ അവസാനിക്കാൻ പോവാടി. നീ ഇനി ഒരിക്കലും സന്തോഷമായിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോഴേക്കും ജയം വരിക. എന്തായി കാര്യങ്ങളൊക്കെ? ഒന്നും പറയണ്ട ജയേട്ടാ, പാവം നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്ന് വേദന കൂടിയത്. വേദന കൂടിയപ്പോഴേക്കും സിസ്റ്റർമാരൊക്കെ പേടിച്ചു പോയി. എന്നിട്ട് ഡോക്ടർ വന്നപ്പോഴാണ് ICUലേക്ക് മാറ്റിയത്. ഈശ്വര, എന്നാലും എൻ്റെ ദേവയാനിക്ക് ഇതെന്താ പറ്റിയത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഡോക്ടർ വന്നതും അതെ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. എന്താ ഡോക്ടർ? വന്നേ, അപ്പോൾ അങ്ങോട്ട് ചെല്ലുക. ഈ സമയം അഭി വിളിക്കുകയാണ്. ഹലോ, എന്താ അഭി, എന്തായി? അമ്മേ, അത് പിന്നെ ആദർശേട്ടനെ കാര്യം അറിയിച്ചില്ല. അതെന്താ? അത് അമ്മാവൻ പറഞ്ഞു അവരെയൊന്നും അറിയിക്കണ്ടെന്ന്. എടാ, ഏട്ടത്തിക്ക് സീരിയസാ. ഇനിയിപ്പോൾ അതൊന്നും അറിയിക്കാതിരുന്നിട്ട് കാര്യമില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അറിഞ്ഞിട്ട് എന്താ പറയാത്തതെന്ന് അവർ ചോദിക്കില്ലേ? അത് ശരിയാ, പക്ഷെ പറയണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? ശരി, എന്തെങ്കിലും ആവട്ടെ. നീ എന്തിനാ ജലജെ വെറുതെ ജേട്ടനെയൊക്കെ വിളിച്ച് പറയാൻ പോയത്? അവർ സമാധാനത്തോടെ കിടന്നുറങ്ങുമായിരുന്നല്ലോ. എൻ്റെ ജാനകി, നീ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ ഒരു മരുന്ന് മേടിക്കണമെങ്കിൽ പോലും പെണ്ണുങ്ങളെ കൊണ്ട് പറ്റില്ല. പുറത്തൊക്കെ പോകണം, അതിന് ആണുങ്ങളുണ്ടായേ പറ്റൂ. അതുകൊണ്ട് അവരെ വിളിച്ച് കാര്യം പറഞ്ഞത്. എന്തായാലും ജേട്ടൻ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ആദർശൻ അതിനൊക്കെ വേണമെങ്കിൽ നാളെ വരട്ടെ. അത് കേട്ടതും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നോട് പറഞ്ഞതാ പറയണ്ടെന്ന്, എന്നിട്ട് നീ അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഭയങ്കര ദേഷ്യപ്പെടുക. ഈ സമയം ഡോക്ടറിനോട് ജയൻ ചോദിക്കുക, എന്തായി ഡോക്ടറെ, എൻ്റെ ദേവയ്ക്ക് എന്താ കുഴപ്പം? ഒന്നും പറയണ്ട, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, അകത്ത് ചെന്നിരിക്കുന്നത് മാരകമായ വിഷമായതുകൊണ്ട് ചിലപ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളെ അത് ഇതായൊക്കെ തിന്നുകളയും. അത്രയ്ക്ക് കൂടിയ വിഷമാണ്. അതുപോലെ തന്നെ ദേവയാനിയുടെ വൃക്കയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, സ്കാനിങ്ങിനും കൊടുത്തിട്ടുണ്ട്. എല്ലാ റിപ്പോർട്ടും ഒന്ന് വന്നോട്ടെ. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു സർജറി വേണ്ടി വരും. അത് കേട്ടതും എന്തൊക്കെയാണ് ഡോക്ടർ ഞാൻ ഈ കേൾക്കുന്നത്? എൻ്റെ ദേവയാനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവുമോ? ദേവയാനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും എന്നുള്ളതല്ല ഇപ്പോൾ പ്രാധാന്യം. അയാളുടെ ഉടമ്പിൽ അയാളുടെ ബോഡി മുഴുവനും ചെന്നിരിക്കുന്ന ആ വിഷം
അത് അത് വല്ലാത്തൊരു മാരകമായ വിഷമാണ്. ആ വിഷത്തിൻ്റെ ഒരിത്തിരി ശരീരത്തിൽ എവിടെയെങ്കിലും അവശേഷിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദേവയാനിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ആകെ മൊത്തത്തിൽ അയാളുടെ കാര്യം പോക്കായിരുന്നു തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ സംസാരിക്കുക. ഈശ്വര, എൻ്റെ ദേവയാനിക്ക് ഒരാപത്ത് സംഭവിക്കരുത്. എത്ര ലക്ഷങ്ങൾ മുടക്കാനും ഞങ്ങൾ തയ്യാറാണ് ഡോക്ടറെ. എവിടെ വേണമെങ്കിലും ദേവയാനിയെ കൊണ്ടുപോവാം. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ അനന്തപുരി തറവാട് മരിച്ചു പോയതുപോലെയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ ഇങ്ങനെ ആകെ വിഷമത്തിൽ കരയുക. ഈ സമയം ജലജ, അവളെങ്ങാനും ചത്തുപോണേ എൻ്റെ അയ്യപ്പസ്വാമി. അവൾ തട്ടിപ്പോയ സന്തോഷമായിട്ട് ഞാൻ ആ വീട്ടിൽ കഴിയും സുഖമായിട്ട്. എന്തൊരു അഹങ്കാരമായിരുന്നു. അവളുടെ അഹങ്കാരം മുഴുവനും അവസാനിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുക. ഈ സമയം ജാനകി, ഈശ്വര, എൻ്റെ ഏട്ടത്തിക്ക് ഒന്നും സംഭവിക്കരുത്. ഏട്ടത്തിയെ ഞങ്ങളുടെ വീടിൻ്റെ നെടുന്തൂണ്. അങ്ങനെയുള്ളപ്പോൾ ആ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകിയും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശ് നയനയാണ്. നയന കോലമിട്ടുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആദർശ് ഒന്നു, ആഹാ, നീ രാവിലെ തന്നെ എഴുന്നേറ്റോ? എഴുന്നേറ്റു ആദർശേട്ടാ, ഇതല്ലേ എൻ്റെ പണി. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചു, കോലം ഇട്ടു. അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന. അത് കേട്ടതും എന്നാലേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുവാനായനെ. അമ്മയെ വാർഡിലേക്ക് മാറ്റിയതുകൊണ്ട് ചെറിയൊരാശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ, അന്നാ പോയി ഏട്ടനൊന്നും അറിഞ്ഞില്ല അല്ലേ? ഇല്ല. എന്താ അബി? ഇന്നലെ രാത്രി അമ്മ വിളിച്ചിരുന്നു. അമ്മായിക്ക് തീരെ വയ്യായിരുന്നെന്നും അമ്മായിയെ വീണ്ടും ICUലേക്ക് മാറ്റിയെന്നാണ് പറഞ്ഞത്. അയ്യോ, ആരാ അങ്ങനെ പറഞ്ഞത്? അത് അമ്മയാ വിളിച്ച് പറഞ്ഞത് ആദർശേട്ടാ. നിൻ്റെ അമ്മയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ ഇല്ല, സത്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കള്ളം പറയോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടതും അത് ശരിയാണല്ലോ. എന്തായാലും അഭി പറഞ്ഞതിൽ കാര്യമുണ്ട് ആദർശേട്ടാ. ഞാനും കൂടെ വരാം. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയെന്നറിയില്ല. എന്തായാലും നീ വരണ്ട നയനെ, ഞാൻ പോയിക്കോളാം. അതേ ഏട്ടത്തി, അവിടെ ഇത്രയും പേരുണ്ട്. പിന്നെ എന്തിനാ ഏട്ടത്തി പോകുന്നേ? എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ഇവിടെ നിന്ന് എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറയുന്നത്. ഞാനിവിടെ വരാം ആദർശേട്ടാ. എന്നാൽ പോയി പെട്ടെന്ന് റെഡിയാവും. വേണ്ട ആദർശേട്ടാ. നയനെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ആദർശേട്ടാ? നമ്മളെ വേദനിപ്പിക്കുന്നതുകൊണ്ടാണോ അമ്മയ്ക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ, ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല ആദർശേട്ടാ. അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അല്ല നയനെ, നീ അങ്ങനെ പ്രാർത്ഥിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ അങ്ങനെ പ്രാർത്ഥിക്കാതിരുന്നിട്ടും അമ്മയ്ക്ക് ഇത്തരം വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം കാണുന്ന ദൈവങ്ങളാണോ അമ്മയ്ക്ക് ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. അന്ന് നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കി എന്നെ കൊണ്ട് മാലയിടിയിപ്പിച്ചപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു മുറിയിൽ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അതിനേക്കാളും ഡബിൾ മടങ്ങ് ആപത്താണ് വന്നിരിക്കുന്നത്. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ദൈവങ്ങൾ കൊടുത്ത പണി തന്നെയാണ് നയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം എന്നാൽ നമുക്ക് പോവാം. അങ്ങനെ അവർ കാറിൽ കയറി പോവുക. ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ അഭി നിൽക്കുക. അമ്മായി തട്ടിപ്പോയ പിന്നെ സന്തോഷമായിട്ട് ആ അവകാശം മുഴുവനും എൻ്റെ അമ്മയ്ക്ക് കിട്ടും. ഭയങ്കര ആശ്വാസത്തോടെ തന്നെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. എന്നാലും ദേവയാനിയുടെ ഒരു അവസ്ഥയെ വല്ലാത്ത കഷ്ടം തന്നെയാണ് എന്നൊക്കെ ജയൻ. എന്ത് ചെയ്യാനാ, വീട്ടിൽ ചില മാരക വിഷങ്ങൾ കയറി വന്നുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തിനാ ജാനകി ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത്? ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കേ. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു ഹോസ്പിറ്റലല്ല. ഇവിടെ നിന്നുകൊണ്ട് രണ്ട് മരുമക്കളെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുറ്റപ്പെടുത്തുവേട്ടാ. അവളും അവളുടെ അനിയത്തിയും കൂടെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ നന്ദു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അനി ഇവിടെ ഉള്ളപ്പോൾ അവളെന്തിനാ ഇവിടെ വരുന്നത്? എൻ്റെ ജാനകി, നിനക്കും ബുദ്ധിയില്ലേ? ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാൻ പോകാം. അതിനെ തടയാൻ ആർക്കും അധികാരം അവകാശമൊന്നുമില്ല. എന്നാൽ പിന്നെ അനി ഇല്ലാത്തപ്പോൾക്ക് വരാറുന്നല്ലോ. പിന്നെ എന്തിനാ അവൾ അനി ഉള്ളപ്പോൾ തന്നെ വന്നത്? അവൾ ആരോടും ചോദിച്ചിട്ടല്ലല്ലോ വന്നത്. അനി ഉണ്ടായിരുന്നെങ്കിൽ നയനമോൾ അവളോട് കാര്യം പറഞ്ഞു തന്നെയായിരുന്നു. ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ ആകെ ദേഷ്യപ്പെടുക. ഈ സമയം നമ്മുടെ ജാനകി ആകെ ദേഷ്യപ്പെട്ടു നിൽക്കും. എന്താ ജലജ നീ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം ആദർശും നയനെ അങ്ങോട്ട് വരിക. ആദർശൻ നയനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജാനകി, എൻ്റെ അനാമിക മോൾ വന്നു കയറിയത് ഇവൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല. ഒന്ന് ജാനകി, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ ഏട്ടാ, എൻ്റെ മരുമോളെ അവർക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ. നിൻ്റെ മരുമോളാണോ എൻ്റെ മരുമോളാണോ നല്ലതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇതൊരു ഹോസ്പിറ്റലാണ്. ദേവയാനിക്കൊന്നും സംഭവിക്കരുതെന്ന് പറ്റുമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജയൻ അങ്ങ് പോവുകയാണ്.
അപ്പോൾ ജയൻ അങ്ങ് പോയി കഴിഞ്ഞ് നമ്മുടെ ആദർശനയനെ വരാം, ചേട്ടാ ഇതേ നോക്കി ആരാ വരുന്നതെന്ന്. അപ്പോഴേക്കും ആദർശനെയും നയനയും കണ്ട് ജയനും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇവരോട് ആരാ കാര്യങ്ങൾ പറഞ്ഞ് ഇവരോട് വരണ്ടാതാണല്ലോ പറഞ്ഞതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.